ആദ്യ ഭാഗത്തിൻ്റെ അലയൊലികൾ കെട്ടടങ്ങുന്നതിന് മുൻപുള്ള രണ്ടാം ഭാഗത്തിൻ്റെ റിലീസ്, 4 മണിക്കൂറിനടുത്തുള്ള റൺ ടൈം, ഒളിഞ്ഞും തെളിഞ്ഞും കുത്തി നിറച്ച പ്രൊപ്പഗാൻഡകൾ. ബോളിവുഡിൻ്റെ ഇന്ത്യൻ സിനിമയുടെ ഇക്കൊല്ലത്തെ ആദ്യ 1000 കോടിയിലേക്ക് അതിവേഗം ഓടി അടുക്കുകയാണ് രൺവീറിൻ്റെ ദുരന്തർ ദ റിവെഞ്ച്. ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ സ്വന്തമാക്കിയ ഹിന്ദി ചിത്രം, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഫിലിം ഫ്രാഞ്ചൈസുകളുടെ ലിസ്റ്റിൽ 3ാമത്. അങ്ങനെ രണ്ടാം വരവിൽ ദുരന്തർ സ്വന്തമാക്കുന്നത് ഒരു പിടി റെക്കോർഡുകളാണ്. പ്രിവ്യൂ ഷോകളടക്കം ആദ്യ ദിവസം അവസാനിച്ചപ്പോൾ ചിത്രം ആഗോളതലത്തിൽ സ്വന്തമാക്കിയത് 224 കോടി രൂപയാണ്. ഓപ്പണിംഗ് വീക്കെൻഡിൽ ഗ്ലോബലി 761 കോടി. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ബെസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ്. 765 കോടി നേടിയ പുഷ്പ 2 ആണ് ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനുള്ള ഇന്ത്യൻ സിനിമ. ഇതിനോടകം 919 കോടി രൂപയാണ് ചിത്രം ആഗോളതലത്തിൽ നേടിയിട്ടുള്ളത്. ഇതിൽ 690 കോടിയോളം ഇന്ത്യ ഗ്രോസ് കളക്ഷനും 230 കോടിക്ക് മുകളിൽ ഓവർസീസ് കളക്ഷനുമാണ്. 7 ദിവസം കൊണ്ട് 1000 കോടി നേടിയ പുഷ്പ 2 ആണ് ഫാസ്റ്റസ്റ്റ് 100 ക്രോർ റെക്കോർഡിനുടമ. 7ാം ദിവസം അവസാനിക്കുമ്പോൾ ദുരന്തർ അത് ബീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ സിനിമാ ഫ്രാഞ്ചൈസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന 3ാമത്തെ ഫ്രാഞ്ചൈസിയായി മാറിയിരിക്കുകയാണ് ദുരന്തർ. ആദ്യ ഭാഗം സ്വന്തമാക്കിയ 1300 കോടിയും രണ്ടാം ഭാഗത്തിൻ്റെ 919 കോടിയും ചേർത്ത് 2219 കോടിയാണ് നിലവിലെ നേട്ടം. ഇതോടെ 2002 കോടി നേടിയ പുഷ്പയെ മറികടന്നിരിക്കുകയാണ് ചിത്രം. മുന്നിലുള്ളതാകട്ടെ രാജമൗലിയുടെ ബാഹുബലിയും YRFന്റെ സ്പൈ യൂണിവേഴ്സിലെ ചിത്രങ്ങളുമാണ്. ബാഹുബലി 1, 2 എന്നിവയ്ക്ക് പുറമെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ബാഹുബലി ദ എപ്പിക് അടക്കം 2462 കോടിയാണ് പ്രഭാസ് നായകനായ ഫ്രാഞ്ചൈസി സ്വന്തമാക്കിയത്. 1ാം സ്ഥാനത്ത് YRF സ്പൈ യൂണിവേഴ്സിലെ ചിത്രങ്ങളാണ്. സൽമാൻ ഖാന്റെ ടൈഗർ, ഹൃത്തിക് റോഷന്റെ വാർ, ഷാരൂഖിന്റെ പത്താൻ തുടങ്ങി 6 സിനിമകളടങ്ങിയ ഫ്രാഞ്ചൈസിയുടെ ആകെ കളക്ഷൻ 3195 കോടിയാണ്. ഈ റെക്കോർഡ് കടത്തിവെട്ടണമെങ്കിൽ ദുരന്തർ 2 1900 കോടിയോളമാണ് സ്വന്തമാക്കേണ്ടത്. GCC രാജ്യങ്ങളിലെ ബാൻ ചിത്രത്തിന്റെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് വൻ രീതിയിലാണ് സിനിമ നേട്ടമുണ്ടാക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടകം 11 കോടിക്ക് മുകളിൽ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ദുരന്തർ 3 വരുമോ എന്ന സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ മുകേഷ് ചബ്ര. 3ാം ഭാഗം വരുമെന്ന് പല റൂമറുകളും ഉണ്ടെങ്കിലും നിലവിൽ അതിന്റെ വർക്കുകളൊന്നും നടക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് നേരത്തെ ദുരന്തറിനൊപ്പം ക്ലാഷിനെത്താനിരുന്ന യഷിന്റെ ടോക്സിക് റിലീസ് മാറ്റിവെച്ചിരുന്നു. പക്ഷേ അന്നേ ദിവസം എത്തിയ മോളിവുഡിന്റെ ആട് 3 ആകട്ടെ 100 കോടി നേട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായാണ് ആട് മാറിയത്. ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കാനാകുന്ന നിരവധി സിനിമകൾ പുറത്തിറങ്ങാനിരിക്കുന്ന വർഷമാണ് 2026. മാർവലിന്റെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ട്രെയിലർ ഇതിനോടകം ഗംഭീര റെസ്പോൺസാണ് നേടിയത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ, ഡ്യൂൺ 3, നോളന്റെ ഒഡീസി, അങ്ങനെ ഹോളിവുഡിൽ നിന്ന് എത്തുന്നത് ഹൈലി ആന്റിസിപ്പേറ്റഡ് മൂവീസ് ആണ്. യഷിന്റെ ടോക്സിക്, രൺബീറിന്റെ രാമായണ പാർട്ട് 1, ഷാരൂഖ് ഖാന്റെ കിങ്, അങ്ങനെ പോകുന്നു ബിഗ് ബജറ്റ് ഇന്ത്യൻ സിനിമകളുടെ ലിസ്റ്റ്. എല്ലാം ഹൈ കളക്ഷൻ സ്വന്തമാക്കാൻ കെൽപ്പുള്ള പടങ്ങൾ. വൈഡറാകുന്ന ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ ഗ്ലോബലാക്കാൻ രാജമൗലിയുടെ വാരണാസി അടുത്ത വർഷം എത്തും. ഗ്ലോബൽ ബോക്സ് ഓഫീസും ബില്യൺ ക്ലബ്ബും ഒക്കെയാണ് രാജമൗലിയുടെ ലക്ഷ്യം. ചിത്രത്തെക്കുറിച്ചുള്ള തന്റെ എക്സ്പെക്ടേഷനെ കുറിച്ച് സാക്ഷാൽ ജെയിംസ് ക്യാമറൂൺ അടക്കം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഏതൊക്കെ റെക്കോർഡുകളാകും വരും നാളുകളിൽ തകർക്കപ്പെടുകയെന്ന് കാത്തിരുന്ന് കാണാം.